മൃദുൽ ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ കാണുന്നതാണ് ടണൽ സ്ലൈഡ്. അതായത് ലോകത്തിലെ ഏറ്റവും ലോങ്ങസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ടണൽ സ്ലൈഡാണിത്. ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന അതാണ്. ദർ ആർ 2 ഓപ്ഷൻ. നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്നിട്ട് അത് താഴെ ഇവിടെ വ്യൂ ചെയ്യാം. എയ്തർ ദാറ്റ് അല്ലെങ്കിൽ നമുക്ക് സ്ലൈഡിങ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇന്ന് എടുത്തേക്കുന്നത് ഒരാൾ സ്ലൈഡ് ചെയ്യുന്നു, ഒരാൾ വ്യൂ. ഞങ്ങൾ രണ്ടും വ്യൂ ഉണ്ട്, ഒരാൾ സ്ലൈഡ് ചെയ്യുന്നു. ഇച്ചനാണ് സ്ലൈഡ് ചെയ്യാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതാണ് ലോങ്ങസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ടണൽ സ്ലൈഡ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് വെസ്റ്റ് ഹാം സ്റ്റേഡിയം. ഇതിനു മുമ്പ് ഇവിടെ ഒന്ന് വരാൻ പ്ലാൻ ചെയ്തായിരുന്നു. അന്നത് എന്തോ കാരണത്താൽ അത് മിസ്സായി. ഇനി നെക്സ്റ്റ് അതോ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. ഞങ്ങൾ അവിടെ വരുന്നുണ്ട്. സോ ഇതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. കാണുന്നതാണ് ടണൽ സ്ലൈഡ്, ദ വേൾഡ്സ് ടോളസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ടണൽ സ്ലൈഡ്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നതാണ്. എൻ്റെ ഇതിലേക്ക് ചെന്നു. എവിടെയെങ്കിലും ടിക്കറ്റ് കൗണ്ടർ കാണും. ഇത് സൈഡ് എൻട്രൻസ് എന്നറിയില്ല. ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. എൻ്റെ ടിക്കറ്റ് കൗണ്ടറിൽ കയറി നോക്കുവാണ്. ടിക്കറ്റൊക്കെ എടുക്കുക. ചെക്ക് ഇൻ ചെയ്യേണ്ട സ്ഥലം തോന്നുന്നു. അച്ഛനെ ഇത് ബുക്ക് ചെയ്യാണ്. ഇപ്പോൾ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ റെഡി ആണല്ലോ അല്ലേ പറഞ്ഞേ? ഞാൻ റെഡിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരാൾക്ക് വ്യൂ, ഒരാൾക്ക് സ്ലൈഡ് എടുക്കാം. അച്ഛൻ സ്ലൈഡ് ചെയ്യാൻ നടത്തി. അച്ഛൻ അഡ്വഞ്ചറസ് ഇഷ്ടമല്ലേ? അച്ഛൻ ബുക്ക് ചെയ്യാണ്. 2 രീതിയിലാണ്. വ്യൂവിന് മാത്രം ചെയ്യാൻ നമുക്ക് വ്യൂ പ്ലസ് സ്ലൈഡ് ഓപ്ഷനും ഉണ്ട്. 360 വ്യൂ ഉണ്ട്. 360 വ്യൂ ഉണ്ട്, സ്ലൈഡ് ഓപ്ഷനും ഉണ്ട്. ബുക്ക് ചെയ്യുന്നതാണ് കാണുന്നത്. അപ്പോൾ ഏതാ പ്ലാൻ ചെയ്തേക്കുന്നത്? ഒരു വ്യൂ ഒരു സ്ലൈഡ് ആണോ? 2 വ്യൂ പ്ലസ് സ്ലൈഡ്, 1 സ്ലൈഡ്. ഇത് മറ്റേ ഡിക്ലറേഷനാ. നമ്മൾ ഇത് ചെയ്യണം, സൈൻ ചെയ്ത് കൊടുക്കണം കയറുന്നതിന് മുന്നേ. സൈൻ ചെയ്തു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ലോക്കർ ഓപ്ഷൻ ചൂസ് ചെയ്തു. അവിടെ അത് ഫ്രീ ആണ്. വി ഡോണ്ട് നീഡ് ടു പേ. സാധാരണ എവിടെ ചെന്നാലും ലോക്കറിന് പേയ്മെന്റ് കൊടുക്കണം. ഒരു ബാഗ് വെച്ചാൽ പോരെ? എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ വിചാരിച്ചു അച്ഛൻ്റെ ബാഗ് വെച്ചു. കാരണം ഇച്ചൻ സ്ലൈഡ് ചെയ്യുന്നുണ്ടല്ലോ. ജാക്കറ്റ് ഇട്ടു. തണുപ്പാ. ഇൻ കേസ് ഉണ്ടെങ്കിൽ ഞാൻ മേടിച്ചു പിടിച്ചാൽ മതിയല്ലോ. ഇപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകാനായിട്ട് റെഡിയായി. റെഡിയായി അങ്ങ് പോവാണ്. ആളാണ് സ്ലൈഡ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് വ്യൂ മാത്രമേ ഉള്ളൂ. ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു ഇതിന്റെ ഡിസൈനർ, അനീഷ് കപൂർ. പേര് ഇട്ടിട്ട് ഇന്ത്യൻ വംശജനാണ്. റെഡിയാണോ? റെഡിയാണോ? ഞാൻ എപ്പോഴേ റെഡിയാ. പേടിച്ച് പദം വരായിരുന്നാ മതിയായിരുന്നു. പേടിക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. കാരണം ആര് പറഞ്ഞു? അതെ, എല്ലാരും കാറിലാ. ആ സാധനം ഇത് നീ കണ്ടില്ലേ? റെഡിയായി. ഇത് മുകളിലേക്ക് ലിഫ്റ്റിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കാം. ഇത് കുറെ കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഈ ഫ്ലോർ തന്നെ. കാരണം എന്ന് വെച്ചാൽ ലിഫ്റ്റ് കയറിയിട്ട് തന്നെ കുറച്ച് സമയമായി. അത് ഇങ്ങനെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ തന്നെ അറിയാം ലിഫ്റ്റ് എത്താൻ അത്രയും സമയം എടുക്കണമെങ്കിൽ അത്രയും ഹൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് 360. ഇതാണ് 360 ഡിഗ്രി വ്യൂ. ഇതേ നമ്മൾ പോകുന്നു. ഇത് മിറർ അല്ലേ? സ്റ്റാർട്ട്ഫോർഡ് ഫുള്ള് കാണാം. അതാണ് ഈ കാണുന്നതാണ് സ്റ്റാർട്ട്ഫോർഡ്. ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ലൈഡ്. ഞങ്ങൾ അതിന്റെ ജസ്റ്റ് ഒരു വ്യൂ പോയിന്റിൽ നിന്ന് വ്യൂ ചെയ്തു. ഇനി ഇച്ചിരി സ്ലൈഡിങ്ങിന്റെ അങ്ങോട്ട് പോവാണ്. ലെറ്റ്സ് സീ. കാറ്റാണ്. കാറ്റിന്റെ തീവ്രത കണ്ടാ മനസ്സിലാവുമെന്ന് അറിയത്തില്ല. അത്രമാത്രം കാറ്റാണ്. എന്റെ ബാഗൊക്കെ പറന്നു. എന്റെ പൊന്നെ, ഇത് എന്തുവാ? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കാറ്റിന്റെ ഇതാണ്. ഡീറ്റെയിൽസ് എടുത്തായിരുന്നു? ഇല്ല, അത് എടുത്തില്ല. ഞാൻ കണ്ടില്ല, അത്രയ്ക്ക് കാറ്റല്ലേ. അമ്പോ, ഇതിനകത്തൂടെ വേണം പോകാനായിട്ട്. ഈ കാണുന്ന കുഴലാണ് അവര് പോകുന്നത്.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ചിലപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെ കേറാനുള്ളവരാണ്. മലയാളീസും ഒക്കെ ഉണ്ട് കേട്ടോ, ഒട്ടും വരില്ല. ആ കാണുന്നതിനകത്ത് അവരങ്ങ് കിടത്തിയിട്ട് അങ്ങ് തള്ളിയങ്ങ് വിടുള്ളൂ കേട്ടോ. അവരോട് ഞാൻ പറയണോ, നിങ്ങളെ വിശ്വസിച്ചാലങ്ങ് വിടുക, തിരിച്ചതുപോലെ അങ്ങ് തന്നുവിട്ടേക്കണമെന്ന്. വലിയ പാടൊന്നുമില്ല, ഈസിയാണ്. വി ഹാവ് ടു ലേ ഡൗൺ. ഐ തിങ്ക് അവരെന്തോ ഒരു സാധനം കവർ ചെയ്ത് തരും തോന്നുന്നു. കാലൊക്കെ കവർ ചെയ്തു, ലെഗ് അവർ കവർ ചെയ്ത സാധനം. പക്ഷെ അവര് നമ്മളെ പുഷ് ചെയ്യില്ല, നമ്മള് അവർ സെൽഫ് നീഡ് ടു പുഷ്. അവര് റെഡി പറഞ്ഞ ഓക്കെ, നമ്മൾ തന്നെ പുഷ് ചെയ്യണം. അവര് നമ്മളെ പുഷ് ചെയ്ത് വിടത്തൊന്നുമില്ല. സ്ലൈഡിലേക്ക് നമ്മൾ സ്വയമേ തന്നെ ഇതാവണം. എല്ലാവരും സ്കേർഡാണ്, എവരിബഡി സ്കേർഡ്. അവര് വെക്കുന്നവരെല്ലാം വെച്ചിട്ട് തിരിച്ചങ്ങി ഇറങ്ങും. അവര് പോകുന്നില്ല, പേടിയാന്ന് പറഞ്ഞിട്ട്. ഇച്ചിരി നല്ല ധൈര്യം. ഇച്ചൻ പോകാനായിട്ട് റെഡി ആവുകയാണ്. അവർ ഇൻസ്ട്രക്ഷൻസ്, അവരുടെ സാധനങ്ങളൊക്കെ കയ്യിലും കാലിലൊക്കെ ഇടണം. അതൊക്കെ എടുത്ത് കൊടുക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഹെൽമെറ്റ് മാതിരി ഒരു സാധനം, ഹാൻഡ് ഗ്ലൗസ്, സംതിങ് ലൈക്ക് ദാറ്റ്. കാണുന്നതാണ് ഗൈസ് ആക്ച്വൽ പ്രോസസ്. കൊച്ചു ഹെൽമെറ്റ് പോലത്തെ ഒരു സാധനമൊക്കെയാണ്. ഗ്ലൗസ് ഒക്കെ ഇട്ട് റെഡി സ്റ്റഡി ഗോ. നെക്സ്റ്റ് കിച്ചന്റെ ടേൺ ആണ്. ഇവര് കേറിയിട്ട് ഇവര് തിരിച്ചു വന്നു. Lay down. There you go. Hold the handle out. Your elbow should be tucked in. Yeah. Head off the mat. Just look at the camera. Look at the camera. Yeah. You hold this position for me. Okay. Yeah. You cannot move your elbows. Okay. Don't try to sit down. Yeah. Yeah. Legs you can't put down. When you're ready, pull yourself to the edge of the slide. അതാണ് ഇപ്പോഴത്തെ ഇൻസ്ട്രക്ഷനിൽ അവർ പറഞ്ഞത്. പുഷ് ഡൗൺ, പുഷ് ഡൗൺ, പുഷ് ഡൗൺ. സ്വയമേ തന്നെ നമ്മൾ റെഡി ആയിട്ട് അങ്ങ് പോകണം. ടീം മെമ്പർ അതിനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കും. അങ്ങനെ ഇച്ചൻ സ്ലൈഡിലേക്ക് അങ്ങ് പോയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഒന്നും കാണത്തില്ല. നമുക്ക് ഈ ടണൽ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ഒന്നും ഈ വ്യൂവിന് കയറുന്നവർക്ക് കൂടെയുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പം ഉള്ളിൽ ഫുള്ള് ഡാർക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. ഞാൻ അങ്ങനെ സ്ലൈഡിലേക്ക് താഴോട്ട് പോയി. എനിക്ക് ഇങ്ങോട്ട് കയറി വരാമെന്ന് പറഞ്ഞേക്കുന്നത്. ഞാൻ താഴോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, കഴിഞ്ഞിട്ട് ഞാൻ കയറി വരാമെന്ന് പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഡാർക്ക് ആയിരിക്കും, വേറെ വ്യൂ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഡാർക്ക് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇനി ആള് വന്നിട്ട് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം. വരുന്നുണ്ട് ഗായ്സ്. കഴിഞ്ഞ ആളിതാ വരുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അടുത്ത തവണ നിന്നെ ഉറപ്പായിട്ടും കേൾക്കും. എന്നാ എക്സ്പീരിയൻസ് പറ. പിന്നെ എക്സ്പീരിയൻസ് ഒരുമാതിരി സ്പീഡ് ഉണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. അതെ, കൈ വിടരുത്. എന്തെങ്കിലും കാണാൻ പറ്റുമോ? കൈ വിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ മലനടിച്ച് വീഴുന്നുണ്ട്. കൈ എന്നത്തില നമ്മള് ഹോൾഡ് ചെയ്യുന്ന തരുന്ന ആ ചാക്കയില് ഒരു മാട്രസ് പോലത്തെ, അതായത് അതിനകത്ത് ചവിട്ടി ആ വെയിറ്റ് നമ്മള് കയ്യില നമ്മുടെ ഹോൾഡ് ചെയ്യുന്നു. സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇത്രയും സ്പീഡ് ഞാൻ ട്രാവൽ ചെയ്തിട്ടില്ല. അത്രക്ക് സ്പീഡാ? അത്ര ഇത് വ്യൂ എടുത്ത് ഇതുണ്ടോ, സ്ട്രെയിറ്റ് വഴിയൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ചെല്ലുമ്പോ കുറച്ച് ഇരുണ്ട പാതകളൊക്കെ ഉണ്ട് കേട്ടോ. അതെടുത്തായിരുന്നോ ആ വീഡിയോ? അതെടുത്തായിരുന്നു. എന്നാ നല്ല എക്സ്പീരിയൻസ് ആണോ? ആ നല്ലതാണ്. അത് നിന്നെ ഞാൻ കേട്ടുന്നുണ്ട്. മസ്റ്റ് ട്രൈ. അതെ, നിനക്ക് കയറണം ഇപ്പൊ? അച്ഛൻ പറയുന്നത് മസ്റ്റ് ട്രൈ ആണ്. എനിക്ക് കയറണ്ട ഇപ്പൊ. ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നേ. ആളങ്ങനെ എല്ലാ ഇതിലൊന്നും കേറിയിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നല്ല. ആൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പൊതുവിൽ അഡ്വഞ്ചറസ് ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് എനിക്ക് തോന്നിയായിരുന്നു. അകത്ത് ഇരുട്ടാന്ന് ഞാൻ ഏകദേശം ഒന്ന് ഗസ് ചെയ്തില്ല. ടണല് കാണാം, പക്ഷെ നമുക്ക് എന്താന്നൊരു ഐഡിയ ഇല്ല. പെൺകൊച്ചിന് വീണ്ടും കയറ്റി വിട്ടു. ടണലിന്റെ അകത്ത്
കുറച്ച് കഴിയുമ്പോൾ കവറിങ് കാണാം നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ. അവിടെ എല്ലാം ഇരുട്ടാണ്. അതാണ് എക്സ്പീരിയൻസ് ഭയങ്കര ഇതാക്കുന്നു. ഇങ്ങനെ വന്ന് ഇതിലേക്കൂടെ വന്ന് ദാ ഇവിടെയാണ് ലാൻഡ് ചെയ്തത്. ഞാൻ മറ്റവരോട് ചോദിക്കുമായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു, വെരി സ്കെയറി എന്ന് പറഞ്ഞിട്ട് അവർ പോവാ. പിന്നീട് പ്രാവശ്യം വരുമ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ നോക്കാം. ഉറപ്പായിട്ടും എന്നെ ഞാൻ കയറ്റി ഇരുത്തും, തള്ളി വിടും. ആ കൊച്ചു പിള്ളേരൊക്കെ പോയോണ്ടില്ലേ, കുഞ്ഞു പിള്ളേര്. ഇത് സ്കാൻ ചെയ്ത് നമ്മുടെ വീഡിയോയുടെ പ്രിവ്യൂ ഒന്ന് എടുക്കട്ടെ ഗൈസ്. നോക്കാം. ദേ വരുന്നു. And your legs should be straight. There you go. Hold the handle now. Your elbow should be tucked in. Yeah. Head off the mat. Just look at the camera. That's it. You hold this position for me, okay? Yeah. You cannot move your elbows. Okay. Don't try to sit down. Yeah. Legs to top. Good to go. Your one hand on the slide. Pull yourself down. Just hold it straight. Yeah. Ready? Yeah. 1, 2, 3. Right over. This one. That's 10ൽ okay. 100 മാർക്കാണ് ഇച്ചം കൊടുത്തേക്കുന്നത്. സോ www. ഗുഡ്, റിയലി റിയലി ഗുഡ്. അതുകൊണ്ടാണ് ആള് This one. അഡ്വഞ്ചറസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. ഞങ്ങൾ ആ റിവ്യൂ കണ്ടു, ആ വീഡിയോ ഞങ്ങൾ എടുത്തു. കുഴപ്പമില്ല, നന്നായിട്ടൊരു വീഡിയോയും കിട്ടി. എല്ലാത്തിനും നമ്മൾ പേ ചെയ്യണം. വർത്തിയാണ്. നമ്മൾ അടച്ച ബില്ലിനുള്ളത് നമുക്ക് ഉണ്ടെന്നാണ് ആൾ പറയുന്നത്. അതായത് നമ്മൾ അതിൻ്റെ ടിക്കറ്റിനുള്ള പൈസയ്ക്കുള്ള ഇതുണ്ടെന്നാണ് ആൾ പറയണത്. സോ ഇറ്റ്സ് ഗുഡ്. ഇനി ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വന്ന് നോക്കുക. ഒരു റിവ്യൂ, ജസ്റ്റ് റിവ്യൂ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. സോ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഗോ ഫോർ ഇറ്റ്. അതേ ഞാൻ പറയുള്ളൂ.